വണ്ടി എടുത്തോണേ. ഓട് 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 ഓട്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സുരേഷ് ക്ഷേത്രമാണ്. നമ്മുടെ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ സ്ഥിരം വനയാത്രകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനാണ് വന്നത് കേട്ടോ. നമ്മൾ സ്ഥിരമായ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പോകുന്നൊരു സ്ഥലമാണ് ചാരിയക്കര, മാമ്പഴത്തറ, കുറവന്താവളം എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഇനി പോകാവൂ. അതിന് ഏറ്റവും വലിയ പ്രത്യേക കാരണം എന്ന് പറയുന്ന ആനകൾ ധാരാളം ഇപ്പോൾ ഉണ്ട്. അടിക്കാടൊക്കെ കുറേ ഭാഗം വെട്ടി മാറ്റിയെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരു ഡേഞ്ചർ സോണായിട്ടാണ് ഇവിടെ ഉള്ളത്. എപ്പോഴും ആനകളാണ്. 1, 2, 3 ആനകളല്ല, കൂട്ടമായുള്ള ആനകളുടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കറിയാം, നെല്ലിപ്പള്ളിയിൽ നിന്ന് നമ്മൾ ചാലിയക്കരയ്ക്ക് വരുമ്പം 10 എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ദിവസങ്ങളായി ആന സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്, എങ്ങും പോകുന്നില്ല. നമ്മൾ അതിന്റെ വിഷ്വലൊക്കെ ഇന്നലെ രാത്രി എടുത്തിരുന്നു, അതും കാണിച്ചിട്ടുണ്ട്. ഇന്ന് കാര്യം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ കാണുന്ന മുള, നമ്മുടെ മാമ്പഴത്തറ യാത്ര ചെയ്ത് നമ്മുടെ ഫസ്റ്റിലെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞും കൂടി ചെല്ലുമ്പോൾ കാണുന്ന ഭാഗത്ത് ഇവിടെയാണ് ആനകളുടെ ഒരു മേള. ഈ മുള പടർന്ന് പന്തലിച്ച് വലിയ മുളയായിട്ട് കിടന്നുണ്ട് കേട്ടോ. റോഡരുകാണ്, അതായത് വനപാതയുടെ പ്രധാന ഭാഗം. ഇതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തേക്ക് പോകുമ്പോൾ കാട് പിടിച്ച് മുള കിടന്ന് എപ്പോഴും ആനകൾ വരും. കാരണം ആ മുള തിന്നാനായിട്ടാണ്, മുള അടിച്ച് പൊട്ടിച്ച് തിന്നിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. അപ്പോൾ ഈ മുള തിന്നാൻ എപ്പോഴും ആനയുണ്ട്. ആനയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ മോഴയാനയും കൊമ്പനാനയും എല്ലാ ആനകളും ഉണ്ട്, പിടിയാനകളും എല്ലാം ഉണ്ട്. നമ്മൾ ഈ റോഡ് സൈഡിനൊക്കെ സൂക്ഷിച്ച് നോക്കി തന്നെ പോകണം. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് കുറെ അടിക്കാടൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മൃഗങ്ങൾ ഇറങ്ങിയാൽ കാണാൻ പറ്റുമെങ്കിൽ തന്നെയും രക്ഷപ്പെടണമെങ്കിൽ വളരെ സാഹസികമായിട്ട് പോകാൻ പറ്റൂ. കാരണം അവർ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതല്ല, നമ്മളും വരുന്നതല്ല. അവർ നമ്മളെ കാണുമ്പോൾ പ്രകോപിതരാകും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം കുറച്ച് പോകുമ്പോൾ ആനകൾ ചവിട്ടി പൊട്ടിച്ച് മരങ്ങൾ ഒടിച്ച് തിന്നുന്ന സൗണ്ട് കേട്ട് ഞങ്ങളങ്ങനെ സ്ലോ ചെയ്തുകൊണ്ട് വന്നതാണ്. ഇവിടെ വന്നപ്പം വീണ്ടും ശബ്ദം കേൾക്കുന്നു. അങ്ങനെ വാഹനം ഞങ്ങളൊന്ന് ഇറങ്ങിയൊന്നുമില്ല, ചെറുതായിട്ട് നിർത്തിയിട്ട് ഒരാൾ വണ്ടി ഇരിക്കും, ഒരാളിങ്ങനെ ബാക്കിൽ ഇരുന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് കുറെ ആനകൾ കൂട്ടമായിട്ട് കാടൊടിക്കുന്ന ശബ്ദം കേട്ടത്. അങ്ങനെ നമ്മൾ കലങ്ങ് ഭാഗം, അതായത് മാമ്പഴത്തറ ക്ഷേത്രം കഴിഞ്ഞ് ഇവരും കലങ്ങ് ഭാഗത്താണ് ആനകൾ ഏറ്റവും കൂട്ടമായി ഇറങ്ങിയത്. അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു, ഒരു മോഴയാനയാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം വാഹനങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തിയിരുന്ന ആനയെന്നാണ് പറയുന്നത്. ഒരു KSRTC കുറേ ദൂരം പിന്നോട്ടടുപ്പിച്ച ആനയുടെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. വലിയൊരു ആനയാണ് കേട്ടോ. ഇവിടാണ് അങ്ങോട്ട് രണ്ടെണ്ണം ഉണ്ട്. വണ്ടി എടുത്തോണേ.